guys, welcome back to my YouTube channel at Crazy Cloud. അപ്പോൾ നമുക്കിതൊരു ഡേ മൈ ലൈഫ് ആയാലോ. എക്സാം ടൈം ആയതാണ് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ ആണ്, നമുക്ക് കുറേ വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡ്രോയിങ്ങിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഞാൻ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് വൺ ഈസ് ദിസ്. ഒരു ബോയിനെ വരച്ചിട്ടില്ല. പിന്നെ ഒരു പിക്ചറായിരുന്നു വരച്ചത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഒരു ഡൂഡിൽ ആർട്ട് ചെയ്തു. ഡൂഡിൽ പെയിൻറ്റിങ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സോറോനെ വരക്കാം. ഞാൻ വരച്ചു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോറോയാണ്. പിന്നെ എൻ്റെ അനിയനും ഞാൻ വരച്ചപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു സോറോനെ. കംപ്ലീറ്റ് ആയോന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയോ? ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും ഇവിടെ കൂടെ എന്താണ് രണ്ടാം ക്ലാസ് പഠിക്കണേ. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇത് മങ്കിളി അല്ല മങ്കിടി ലൂപ്പ്. ഇതാണ് മങ്കിടി ലൂഫിന് അരച്ചതാണ്. പിന്നെ ഒരെണ്ണം ഗോക്കുവിന് അരച്ച്. നിങ്ങൾക്ക് ഏതാ ഇവൻ്റെ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗോക്കുൻ്റെയാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. പിന്നെ മങ്കിടി ലൂഫ്, അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗയ്സ്, നമുക്ക് നദാനോട് ഒന്ന് ഫുട്ബോൾ കളിച്ചാലോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നെ. ഏത് ഫ്രണ്ടാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഫ്ലാഷ് ബാക്കിലായിട്ട് പോയിക്കോ. നമ്മുടെ വീഡിയോയിൽ വന്നതാ. നമ്മുടെ ജേർണൽ ഏതാ ഏബ അയാൾ ഉണ്ടാക്കി തന്നെ കേട്ടോ ഈ ബ്രേസ്ലെറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ തന്നെ നല്ലോണം കൊട്ട അറിയാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റ് ചെയ്യാമോ ഒരു കൊട്ടന്ന്? അപ്പോൾ അവനാന്ന് പറഞ്ഞു. നമുക്ക് നോക്കിയാലോ? ഗൈസ്, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ഗാർഡൻ കാണിച്ചു തരാമെന്ന്. കണ്ടാലോ ഗൈസ്? ഇതാണ് ഞങ്ങളുടെ സക്കു മരം കേട്ടോ. സക്കു ദേ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. സക്കു പഴുത്തിട്ടില്ലെന്നേ ഉള്ളൂ. സക്കു മരമാണിത്. പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കാണിക്കുന്ന വഴിയാണ് കേട്ടോ. ദേ ഈ ഒരു കിളിക്കൂട് കണ്ടത് എന്ത് രസമായിട്ട് അവരിങ്ങനെ തുന്നി വെച്ചേക്കുന്നത് കണ്ടോ. നമ്മളതിൽ അന്നക്കി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ നൂലൊക്കെ കെട്ടിയിരിക്കുന്ന പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ, അവർ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട് കിളിക്കൂട്. പിന്നെ നോക്കുമ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ്. ഇതിങ്ങനെ ഒരു സീസൺ ആകുമ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്ലവർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്തോ ഇല്ലേ, പേർപ്പിൾ കളറിലാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ ഈ പേപ്പർ ഫ്ലവർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ അതിന് മുന്നേ ആദ്യം നട്ടിരുന്നു, പക്ഷേ ഇതുവരെ പൂ വന്നിട്ടില്ല. ഇപ്പോഴാണ് വന്നത്. ഞങ്ങളുടെ ഇവിടെ അപ്പം നാടിയുണ്ടെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ല. നമുക്കിത് പൊട്ടിക്കാം. ഇതിൽ നിന്നാണ് അപ്പൂപ്പന്താടി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അപ്പൂപ്പന്താടി. നമുക്ക് അവിടെ പോയി നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പന്താടിയെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഇതിനാണ് അപ്പൂപ്പന്താടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ? വാവ്, ഇതെല്ലാം കൂടി ഇങ്ങനെ പുറത്തേട്ട് നല്ല രസമാണ്. പക്ഷെ ഇപ്പം ഞാൻ ഇച്ചിരിയൊക്കെ പുറത്തേട്ടു. ഇവിടെ നല്ല രസമുണ്ട്. സൂപ്പറാണ് ഗയ്സ്. ഇങ്ങൊന്ന് എവിടെയെങ്കിലും കാണണമെങ്കിൽ പറിച്ചു വെക്കും. നല്ല രസമുണ്ട്. ഒന്നങ്ങോട്ട് നാക്ക് ഒന്നങ്ങോട്ട് ചെയ്തോ ചെയ്യാൻ ഒതുക്കോ. കുറേ കിടപ്പുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അപ്പൂപ്പന്താടിയാന്നൊക്കെ പറയണേ. എനിക്ക് അപ്പോൾ ഗയ്സ് ഏബ വന്നിട്ടുണ്ട്. നമുക്ക് ഏബനെ വിളിക്കാൻ പോയാലോ?
ഞങ്ങൾ ഏബ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏബിനെ വിളിക്കാൻ പോവാം അല്ലേ? നമുക്ക് ഏബിനെ വിളിക്കാൻ പോവാം. ഗൈസ് ഏബ വന്നിരിക്കുകയാണ് ഗൈസ്. വീണ്ടും നമ്മുടെ ഏബ എത്തിരിക്കുകയാണ്. നമുക്കുള്ളിലാട്ടോ എടാ ഓക്കെ. ഗൈസ് നമ്മുടെ ഏബ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏബിനെ നമ്മൾ കുറേ കളികൾ കളിക്കുന്നതായിരിക്കും. അപ്പോൾ പാട്ടുമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.